അച്ഛനെ നാം ആംബുലൻസിലോട്ട് കയറ്റുന്നത് മാഡം കണ്ടു. ഞാനിവിടുത്തെ പ്രിൻസിപ്പലാ, അവരിവിടുത്തെ പാറ്റേണാ. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞതും ഈ പ്രോഗ്രാമേ വേണ്ട എന്ന് മാഡം നോട്ടീസ് അയച്ചു. കർത്താവേ, അതെങ്ങനാ? അവരെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കൂ. ഞാനില്ലെങ്കിൽ എന്താ, ഈ പ്രോഗ്രാം വേറെ ആരെ കൊണ്ടെങ്കിലും സംവിധാനം ചെയ്യിപ്പിച്ചുകൂടെ? ആരെക്കൊണ്ട്? പുറത്തുനിന്ന് ആരെയെങ്കിലും കൊണ്ടുവരണം. ആരെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് പോലൊരാളെ കൊണ്ടുവരണം. എന്നാലേ ഡൽഹിയിലൊക്കെ ചെന്ന് മറ്റു കോളേജുകളുമായി നമുക്ക് മുട്ടാൻ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നായിട്ട് അവിടെ കിടന്ന് പൊട്ടും. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സറിയാവുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരാളിപ്പോൾ എവിടെയുണ്ട്? നൃത്തം വെക്കാൻ ഇന്നലെ എങ്ങാണ്ട് കീ കൊടുത്തതാ, ഇപ്പോഴാ 36 ഒന്ന് ഇളകി കിട്ടിയത്. ഇതല്ലല്ലോ മൂപ്പത്തി സാധാരണ പാടാറ്. ഇന്നത്തെ മാറ്റി പാടുന്നത്. ചില ഡാൻസിംഗ് ഡോളിൽ 1-2 ട്യൂൺ ഉണ്ടാവും. ഓരോ നേരത്തെ ഓരോന്ന് പാടും. ഇതാദ്യമായിട്ടാ മൂപ്പത്തി സ്ഥിരം പാടുന്നത് വേറൊന്നാ. Hey father, wait. I know this music. Black memories. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കലാതിലകം കിട്ടിയില്ലേ? ഫൈനൽ റൗണ്ടിൽ ഇതായിരുന്നു എൻ്റെ ഡാൻസിന്റെ തീം. അയാളുടെ പേരെന്തായിരുന്നു? നാവന്റെ തുമ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ ആൽബം ആദ്യം അവതരിപ്പിച്ചത് കൽക്കട്ടയിലായിരുന്നു ഫാദർ. അന്ന് അവിടെ സംഘാടകരുമായി അടിയും പിടിയും ഉണ്ടായി. പത്രത്തിലൊക്കെ വന്നിരുന്നു. കൃഷ്ണമൂർത്തി, വിശാൽ കൃഷ്ണമൂർത്തി. യെസ്. അയ്യോ, എന്റെ കൃഷ്ണൻ. അവൻ അസലായിട്ട് പാടും, അതിലും അസലായിട്ട് തല്ലും. മൂർത്തിയും കീർത്തിയൊക്കെ നിങ്ങൾക്ക്. എനിക്കവൻ കൃഷ്ണനാ, എന്റെ കൃഷ്ണൻ. അവൻ ഈ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. സാക്കാല കരുമരുന്നും അവന്റെ കയ്യിലുണ്ട്. അവനില്ലാത്ത ഒരു പ്രോഗ്രാമും കോളേജിൽ ഉണ്ടായിരുന്നില്ല. ദാ അവന്റെ ഫോട്ടോ നോക്കേ. എവിടെ നോക്കട്ടെ? എന്താ ഇതിലാരാണ് ഫാദർ അയാള്? അതിൽ ലോഹയും ധരിച്ച് ചിരിച്ചു നിൽക്കുന്നത് ഞാൻ, കഴുത്തിൽ കയറും ധരിച്ച് ചിരിക്കാതെ നിൽക്കുന്നത് അന്നിവിടെ 26 ലിറ്റർ പാല് കറക്കുമായിരുന്ന പശു. എന്റെ ക്യാമറയിൽ അവനെടുത്ത ഫോട്ടോയാ. എങ്ങനുണ്ട്? പശു അസലായിട്ടുണ്ട്. 26 ലിറ്ററാ കറന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്നുമില്ലേ ഫാദർ? ഇല്ല മക്കളെ, ഞാനും അവനും കൂടെ ഉള്ളതൊന്നുണ്ടായിരുന്നു, അത് അവൻ കൊണ്ടുപോയി. ഫാദർ വിളിച്ച ഈ പ്രോഗ്രാം സംവിധാനം ചെയ്യാൻ അദ്ദേഹം വരില്ലേ? അദ്ദേഹത്തെ കിട്ടിയ ഈ പ്രോഗ്രാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നാവും. അതിന് കിട്ടണ്ടേ? എവിടെയാന്ന് വെച്ചിട്ടാ ഒന്ന് അന്വേഷിക്കുന്നേ. ഒരു 8-9 കൊല്ലത്തിന് മുമ്പ് ഈ പറഞ്ഞ ആൽബത്തിലൊന്ന് അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറെ പുരാവസ്തുക്കളുടെ ഫോട്ടോയും അയച്ചു തന്ന് ആ ബിസിനസ് ചെയ്യാണെന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. പിന്നെ ഒരു വിവരവുമില്ല. അവന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വല്ല പാരീസിലോ അമേരിക്കയിലോ മറ്റോ കാണും.